ഗ്രേസ് അക്കാഡമി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എക്സസൈസ് 7.2 7th ക്വസ്റ്റ്യൻ. നോക്കിയേ, ഇൻ എ സ്ക്വയർ ഷീറ്റ് ഡ്രോ ടു ട്രയാങ്കിൾസ് ഓഫ് ഈക്വൽ ഏരിയാസ് സച്ച് ദാറ്റ് ദ ട്രയാങ്കിൾസ് ആർ കോൺഗ്രുവന്റ്, ദ ട്രയാങ്കിൾസ് ആർ നോട്ട് കോൺഗ്രുവന്റ്. വാട്ട് ക്യാൻ യു സേ അബൌട്ട് ദ പെരിമീറ്റേഴ്സ്? അപ്പൊ നോക്കിയേ, ഒരു സ്ക്വയർഡ് ഷീറ്റില് നമ്മൾ രണ്ട് ട്രയാങ്കിൾ വരച്ചാല് അതിന് ഈക്വൽ ഏരിയ ആയിരിക്കണം. അതുപോലെ തന്നെ ദ ട്രയാങ്കിൾസ് ആർ കോൺഗ്രുവന്റ് ആയിരിക്കണം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആദ്യം എങ്ങനെ ചെയ്യുന്നത് നോക്കാം. നോക്കിയേ, സ്ക്വയർ എ ബി സി ഡി. ഈ സ്ക്വയറിനെ രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. നോക്കിയേ, ഒരു സൈഡ് ഞാൻ 4 സെന്റിമീറ്ററിന് എടുത്തു. സ്ക്വയറിന്റെ എന്തായിരിക്കും, എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും അല്ലേ? അപ്പം ഓൾ സൈഡ്സ് ആർ 4 സെന്റിമീറ്റർ. നോക്കിയേ, ഈ ഒരു സ്ക്വയറിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്താൽ അത് എന്തായിരിക്കും? റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആയിരിക്കും. ഓരോ ട്രയാങ്കിളും റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആയിരിക്കും ഇല്ലേ? ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഈ രണ്ട് ട്രയാങ്കിളിനും ഈക്വൽ ഏരിയ ആണ് കണ്ടുപിടിക്കണം. അപ്പൊ ഈ ട്രയാങ്കിളിന്റെ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച്. ബി ഈസ് ബേസ് ആൻഡ് എച്ച് ഈസ് ഹൈറ്റ്. അപ്പൊ നമുക്ക് എന്തെഴുതാം? ഫസ്റ്റ് നമുക്ക് ട്രയാങ്കിൾ എ ബി സി എടുക്കാം. ഇൻ ട്രയാങ്കിൾ എ ബി സി, ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി എന്തായിരിക്കും? ഇൻ ട്രയാങ്കിൾ എ ബി സിയില് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി എന്തായിരിക്കും? ഹാഫ് ബി എച്ച്. ഹാഫ് ഇൻറ്റു ബി എന്താണ്? ബേസ് എന്താണ്? ബി സി. ബി സി ഇൻറ്റു ഹൈറ്റ് എന്താണ്? എ ബി. ബി സി ഇൻറ്റു എ ബി ഈസ് ഇക്വൽ ടു ഹാഫ് ഇൻറ്റു ബി സി എത്രയാണ്? 4 സെന്റിമീറ്റർ. എ ബി എന്താണ്? 4 സെന്റിമീറ്റർ ഈസ് ഇക്വൽ ടു, ഇവിടെ എന്ത് ചെയ്യാം? ഒരു 2ഉം ഒരു 4ഉം കൂടെ നമുക്ക് കട്ട് ചെയ്യാം അല്ലേ? അപ്പൊ 2 2s are 4. അപ്പൊ എന്ത് കിട്ടി? 4. ഇനി എന്തുണ്ട് ഇവിടെ? 2 ഉള്ളൂ. 2 ഇൻറ്റു 4 8. 8 യൂണിറ്റ് എന്താണ്? സെന്റിമീറ്റർ സ്ക്വയർ. അപ്പം ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയ നമുക്ക് എന്ത് കിട്ടി? 8 സെന്റിമീറ്റർ സ്ക്വയർ. നെക്സ്റ്റ് ട്രയാങ്കിൾ ഏതാണ്? സി ഡി എ. ഓക്കെ, ഇൻ ട്രയാങ്കിൾ സി ഡി എ, സി ഡി എയിൽ എന്ത് എഴുതാം? ഏരിയ ഓഫ് ട്രയാങ്കിൾ സി ഡി എ ഈസ് ഇക്വൽ ടു ഹാഫ് ഇൻറ്റു ട്രയാങ്കിൾ സി ഡി എയുടെ ബേസ് എന്താണ്? സി ഡി. സി ഡി ഇൻറ്റു ഡി എ is equal to half into CD is 4 centimeter, DA is 4 centimeter is equal to 2 into എന്തായി? 2 4 എന്തായി? കട്ടായി. പിന്നെന്താ? 4 into 2 is 8 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ എന്താണ്? ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സിയും ഏരിയ ഓഫ് ട്രയാങ്കിൾ സി ഡി എയും എന്തായി? ഈക്വൽ ആയെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു ഇല്ലേ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? therefore area of triangle ABC is equal to area of triangle CDA ഇല്ലേ? നമുക്ക് എഴുതാൻ പറ്റി. അപ്പം നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു? രണ്ട് ട്രയാങ്കിൾസിനും ഈക്വൽ ഏരിയ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി നെക്സ്റ്റ് എന്ത് പ്രൂവ് ചെയ്യണം? ദ ട്രയാങ്കിൾസ് ആർ കോൺഗ്രുവന്റ്. ഈ രണ്ട് ട്രയാങ്കിൾസും കോൺഗ്രുവന്റ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഓക്കെ, അഗെയിൻ ഇൻ ട്രയാങ്കിൾ ABC and triangle CDA. ഇപ്പൊ എന്തൊക്കെ എഴുതാൻ നോക്കിയേ? ഫസ്റ്റ് ഹൈപ്പോട്ടനസ് AC ഈസ് ഈക്വൽ ടു AC. റീസൺ എന്താണ്? കോമൺ ആണല്ലേ? കോമൺ. AC ഈസ് ഈക്വൽ ടു AC കോമൺ. പിന്നെന്താണ്? ആംഗിൾ ABC ഈസ് ഈക്വൽ ടു ആംഗിൾ CDA. ആംഗിൾ എ ബി സി ഈസ് ഈക്വൽ ടു ആംഗിൾ സി ഡി എ എന്താണ്? 90 ഡിഗ്രി റൈറ്റ് ആംഗിൾ ആണ് അല്ലേ? പിന്നെന്തെഴുതാം? എ ബി ഈസ് ഈക്വൽ ടു എന്തെഴുതാം? എ ബി ഈസ് ഈക്വൽ ടു സി ഡി. രണ്ടും എന്താണ്? 4 സെന്റിമീറ്റർ ആണല്ലേ? അപ്പൊ നമുക്ക് എന്തെഴുതാം? AC is equal to AC,
AB is equal to CD, angle ABC is equal to angle CDA. എന്താണ് അപ്പം? Triangle ABC congruent to triangle CDA. എങ്ങനെയാണ്? By RHS congruence criterion. ഫുൾ എഴുതണം കേട്ടോ. ബൈ RHS congruence criterion. അപ്പൊ നോക്കിയേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് കിട്ടി? ഈക്വൽ ഏരിയ കിട്ടി, ട്രയാങ്കിൾസ് ആർ കോൺഗ്രുവന്റ് എന്ന് കിട്ടിയില്ലേ? ഇനി എന്താ പറഞ്ഞേക്കുന്നേ? വാട്ട് ക്യാൻ യു സേ അബൌട്ട് ദർ പെരിമീറ്റേഴ്സ്? ഇനി പെരിമീറ്ററിന്റെ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, നെക്സ്റ്റ് പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ ABC. ഓക്കെ, പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ ABC. പെരിമീറ്റർ എങ്ങനെയാ കണ്ടുപിടിക്കുന്ന? ഈ ട്രയാങ്കിളിന്റെ 3 സൈഡും കൂടെ ആഡ് ചെയ്യണം അല്ലേ? AB is 4, BC is 4, AC നമുക്ക് അറിയത്തില്ല. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? പൈതഗോറസ് പ്രോപ്പർട്ടി വെച്ച് AC കണ്ടുപിടിക്കാം. ഇവിടെ പക്ഷേ 2 ട്രയാങ്കിൾസും കോൺഗ്രുവന്റ് ആയതുകൊണ്ട് നോക്കിയേ, പെരിമീറ്റർ ഓഫ് ABC എന്ത് വരും? ഈസ് ഈക്വൽ ടു AB പ്ലസ് BC പ്ലസ് AC അല്ലേ? എന്ന് പറയുന്നത് എന്താണ്? നോക്കിയേ, AB ഈസ് ഈക്വൽ ടു എന്താണ്? CD ആണല്ലേ? ഇവിടെ നമുക്ക് എന്ത് എഴുതാം? CD എന്ന് എഴുതാം അല്ലേ? പ്ലസ് BC എന്താണ്? BC ഈസ് ഈക്വൽ ടു DA ആണല്ലേ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? DA പ്ലസ് AC ഈസ് AC. ഇതെന്താണ്? പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ CDA അല്ലേ? ഇവിടെ എന്തുകൊണ്ടാണ്? AB ഈസ് ഈക്വൽ ടു CD ആണ്, BC ഈസ് ഈക്വൽ ടു AD ആണ് അല്ലേ? അപ്പൊ പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ ABC എന്ത് കിട്ടി? പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ CDA കിട്ടി. അപ്പൊ 2 ട്രയാങ്കിളിന്റെയും പെരിമീറ്റർ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ ഫസ്റ്റ് വണ്ണില് നമുക്ക് ഈക്വൽ ഏരിയ എന്ന് കിട്ടി, ട്രയാങ്കിൾസ് ആർ കോൺഗ്രുവന്റ് ആണെന്ന് കിട്ടി. അപ്പൊ ഈക്വൽ ഏരിയയും ട്രയാങ്കിൾസ് കോൺഗ്രുവന്റും ആണെങ്കിൽ അതിന്റെ പെരിമീറ്റർ എന്തായിരിക്കും? പെരിമീറ്റർ ഈസ് ഈക്വൽ. രണ്ടിന്റെയും പെരിമീറ്റർ ഈക്വൽ ആയിരിക്കും. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഓക്കെ, ഈക്വൽ ഏരിയ ഉള്ള 2 ട്രയാങ്കിളും പക്ഷെ കോൺഗ്രുവന്റ് അല്ലാത്ത ആ ട്രയാങ്കിൾ എന്തായിരിക്കത്തില്ല? കോൺഗ്രുവന്റ് ആയിരിക്കത്തില്ല. അങ്ങനെയുള്ള ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എന്താണ് വരുന്നതെന്ന് നമുക്കിനി നോക്കാം. ഓക്കെ, ഇവിടെ ഞാൻ ഒരു സ്ക്വയറിനകത്ത് 2 ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. നോക്കിയേ, ഏതൊക്കെയാന്ന് നോക്കിയേ. ഫസ്റ്റ് വൺ ABC, അതായത് ഈ ട്രയാങ്കിൾ ABC. സെക്കൻഡ് വൺ ഈസ് DBC. കണ്ടോ? ABC ഫസ്റ്റ് ട്രയാങ്കിൾ DBC സെക്കൻഡ് ട്രയാങ്കിൾ. ഓക്കെ, ഇത് ഞാൻ 4 സെന്റിമീറ്റർ എടുത്തു. സ്ക്വയർ ആയതുകൊണ്ട് എന്തായിരിക്കും? ഇത് രണ്ടും 4 സെന്റിമീറ്റർ ആയിരിക്കും അല്ലേ? ഇനി നമുക്ക് ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാം. ഫസ്റ്റ് ട്രയാങ്കിൾ ABC. ഇൻ ട്രയാങ്കിൾ ABC, ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC ഈസ് ഈക്വൽ ടു എന്ത് വരും? എന്താ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ? ഹാഫ് ഇൻറ്റു BH. ബേസ് എന്താ? BC. BC, ഹൈറ്റ് ഈസ് AB ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 4 ഇൻറ്റു 4. കട്ട് ചെയ്തു, 2 വന്നു. അപ്പൊ എത്രയായി? 8 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ നമുക്ക് ഈ ട്രയാങ്കിളിന്റെ ഏരിയ കിട്ടി. എന്ത് കിട്ടി? 8 സെന്റിമീറ്റർ സ്ക്വയർ. ഇനി നോക്കിയേ, ട്രയാങ്കിൾ DBCയുടെ ഏരിയ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ഇതിന്റെ ഹൈറ്റ് നമുക്ക് വേണം അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? BCക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കും. കണ്ടോ? ഇതിന്റെ ലെങ്ത് എന്താ? ABയുടെ ലെങ്ത് 4 ആണെങ്കിൽ ഇതിന്റെ ലെങ്ത് എന്തായിരിക്കും? 4 സെന്റിമീറ്റർ ആയിരിക്കും ഇല്ലേ? സെയിം ലെങ്ത് തന്നെയല്ലേ? അപ്പൊ ഇനി ട്രയാങ്കിൾ DBCയുടെ ഏരിയ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇൻ ട്രയാങ്കിൾ DBC, area of triangle DBC is equal to half into base is BC. ഇതിന് ഞാന് E എന്ന് കൊടുത്തു. ഈ പോയിന്റിന് E എന്ന് കൊടുത്തു. BC into ഹൈറ്റ് എന്താണ്? DE is equal to half into 4 into height is DE. DE is 4. ഇതും കൂടെ കട്ടായി 2 is equal to എന്ത് വന്നു? 8 സെന്റിമീറ്റർ സ്ക്വയർ.
അപ്പൊ രണ്ട് ട്രയാങ്കിളിന്റെയും ഏരിയ എന്ത് വന്നു? ഈക്വൽ ആന്ന് വന്നല്ലേ? അപ്പൊ നമുക്ക് എന്തെഴുതാം? Therefore, area of triangle ABC is equal to area of triangle DBC. അപ്പൊ എന്തായി? രണ്ടിന്റെയും ഏരിയ ഈക്വൽ അല്ലേ? ഇനി എന്താണ്? ട്രയാങ്കിൾസ് ആർ നോട്ട് കോൺഗ്രുവന്റ് എന്നാ പറഞ്ഞേക്കുന്നല്ലേ? നോക്കിയേ, ഈ ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ എ ഡി സിയും എടുത്താല് ബി സി രണ്ടിന്റെയും ബേസ് എന്താണ്? സെയിം ആണല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? ബി സി ഈസ് ഈക്വൽ ടു ബി സി എന്ന് പറയാം. പക്ഷെ ഇവിടെ നോക്കിയേ, എ ബിയും ഡി ബിയും ഈക്വൽ ആണോ? അല്ല. എ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതല്ല ഡി ബി. അതേപോലെ എ സിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണോ ഡി സി? അല്ല. അപ്പം ഈക്വൽ ആയിട്ട് ഒരു സൈഡേ ഉള്ളൂ, ഈ ബി സി മാത്രമേ ഉള്ളൂ അല്ലേ? അതുകൊണ്ട് ഈ രണ്ട് ട്രയാങ്കിൾസും എന്തല്ല? കോൺഗ്രുവന്റ് അല്ല. അപ്പൊ നമുക്ക് എന്തെഴുതാം? ട്രയാങ്കിൾ എ ബി സി ഈസ് നോട്ട് കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ ഡി ബി സി എന്ന് നമുക്ക് പറയാം അല്ലേ? അപ്പം ഇതിന്റെ ഈ രണ്ട് ട്രയാങ്കിളിന്റെയും ഏരിയ ഈക്വൽ ആയി, പക്ഷെ എന്തല്ല? ദീസ് ടു ട്രയാങ്കിൾസ് ആർ നോട്ട് കോൺഗ്രുവന്റ്. ട്രയാങ്കിൾ എ ബി സി ഈസ് നോട്ട് കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ ഡി ബി സി. രണ്ടും എന്തല്ല? കോൺഗ്രുവന്റ് അല്ല. ഇനി എന്താണ് പറഞ്ഞേക്കുന്നത്? അങ്ങനെ ഈക്വൽ ഏരിയ ആണെങ്കിൽ, ദ ട്രയാങ്കിൾസ് ആർ നോട്ട് കോൺഗ്രുവന്റും ആണെങ്കിൽ അതിന്റെ പെരിമീറ്റർ എന്താ? പെരിമീറ്റർ എങ്ങനെയായിരിക്കും? നോക്കിയേ, പെരിമീറ്റർ എന്താണ്? ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡിന്റെയും കൂടെ മെഷർമെന്റ് ആഡ് ചെയ്യുന്നതാണ് പെരിമീറ്റർ അല്ലേ? അപ്പൊ നോക്കിയേ, ഇത് 4 ആണ്. ഇപ്പൊ നമുക്ക് ഇവിടെ എന്താണ് നമുക്ക് കിട്ടിയത്? എ ബിയും ഡി ബിയും ഈക്വൽ അല്ല എന്ന് പറഞ്ഞല്ലേ? അപ്പം എ ബിക്കും ഡി ബിക്കും ഡിഫറെന്റ് മെഷേഴ്സ് ആണെങ്കിൽ പെരിമീറ്ററിലും അതെന്ത് ചെയ്യും? ഡിഫറെന്റ് ആവും. അപ്പൊ നോക്കിയേ, ഫസ്റ്റ് ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എന്താണ്? ഇൻ ട്രയാങ്കിൾ എ ബി സിയില് പെരിമീറ്റർ എന്താണ്? എ ബി പ്ലസ് ബി സി പ്ലസ് സി എ. അടുത്തതിൽ എന്താണ്? പെരിമീറ്റർ എന്താണ്? ഇൻ ട്രയാങ്കിൾ ഡി ബി സിയിൽ എന്താണ്? ഡി ബി പ്ലസ് ബി സി പ്ലസ് ഡി സി. നോക്കിയേ, ഇവിടെ എ ബിയും ഡി ബിയും ഈക്വൽ ആണോ? അല്ല, നോട്ട് ഈക്വൽ ആണല്ലേ? എ ബി നോട്ട് ഈക്വൽ ടു ഡി ബി. പിന്നെന്താണ്? എ സി നോട്ട് ഈക്വൽ ടു ഡി സി. എ സിയുടെ ലെങ്തും ഡി സിയുടെ ലെങ്തും ഈക്വൽ ആണോ? അല്ല. ഡി സിയെ കാട്ടി ലെങ്ത് കൂടുതലുണ്ട് എന്താ? എ സിക്ക്. അപ്പൊ ഇത് രണ്ടും എന്തല്ല? ഈക്വൽ അല്ല. രണ്ടും ഈക്വൽ അല്ല. ഈക്വൽ ആയിട്ടുള്ളത് ഏത് മാത്രമേ ഉള്ളൂ? ബി സി ഈക്വൽ ടു ബി സി മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പൊ രണ്ടിന്റെയും കൂടെ മെഷർമെന്റ് ആഡ് ചെയ്താൽ എന്ത് വരും? ഡിഫറെന്റ് ആയിട്ട് വരും. പെരിമീറ്റർ ഓഫ് എ ബി സി നോട്ട് ഈക്വൽ ടു പെരിമീറ്റർ ഓഫ് ഡി ബി സി. എന്തുകൊണ്ടാണ്? എ ബി നോട്ട് ഈക്വൽ ടു ഡി ബി ആൻഡ് എ സി നോട്ട് ഈക്വൽ ടു ഡി സി. രണ്ടിന്റെ മെഷർമെന്റ് ഡിഫറെന്റ് ആണ് അല്ലേ? അപ്പൊ പെരിമീറ്ററും എന്താവും? ഡിഫറെന്റ് ആയിട്ട് വരും. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 7 കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യനുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.